പ്രൈസ് ദി ലോർഡ്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യത്തിൽ മാത്രം കാണുന്ന നിറങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം: വെള്ള, പച്ച, നീല, ചുവപ്പ്, മഞ്ഞ, കറുപ്പ്. എസ്തേർ 1:6. അടുത്ത ചോദ്യം, ഒരു ശരീരാവയവം ഇതിന് നികുതി കപ്പം എന്ന അർത്ഥം കാണുന്നു, എന്നാൽ അത് എന്താണ്? ഉത്തരം: കരം. ശരീരാവയവം കരം, കൈ, കരം, നികുതി. എസ്തേർ 10:1. അടുത്ത ചോദ്യം, ചൊട്ടയിലെ ശീലം ചുടല വരെ ഈ പഴഞ്ചൊല്ലുമായി ബന്ധമുള്ളത് ആർക്കാണ്? ശീലം എന്നതുകൊണ്ടും ചുടല എന്നതുകൊണ്ടും പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: എസ്തേർ 2:20 നാം ഇങ്ങനെ വായിക്കുന്നു: മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തേർ തൻ്റെ കുലവും ജാതിയും അറിയിക്കാതെയിരുന്നു. എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവൻ്റെ കൽപ്പന അനുസരിച്ചു പോന്നു. ചൊട്ടയിലെ ശീലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ ചെറിയ പ്രായത്തിൽ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ പഠിച്ചു. തൻ്റെ കുലവും ജാതിയും രഹസ്യമാക്കി വയ്ക്കാൻ മൊർദെഖായി പറഞ്ഞത് എസ്തേർ അനുസരിച്ചു. ചുടല വരെ അവൾ രാജ്ഞിയായതിനു ശേഷവും, അതായത് ജീവിതത്തിലെ പുതിയ സാഹചര്യങ്ങളിലും സ്ഥാനമാനങ്ങളിലും എത്തിയിട്ടും അവൾ മൊർദെഖായിയുടെ ഉപദേശങ്ങളും കൽപ്പനകളും പിന്നെയും അനുസരിച്ചു പോന്നു. അത് അവളുടെ ചെറുപ്പത്തിൽ പഠിച്ച അനുസരണ എന്ന ശീലം ജീവിതകാലം മുഴുവൻ അവൾ നിലനിർത്തിയെന്നതിനെ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, സകല സംസ്ഥാനങ്ങളിലും പ്രശസ്തിയായതാരാണ്? അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം: പ്രശസ്തിയായത് മൊർദെഖായി. കാരണം അവൻ രാജസന്നിധിയിൽ മഹാനും മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട്. എസ്തേർ 9:4. അടുത്ത ചോദ്യം, ഈ പുസ്തകത്തിൽ കാണുന്ന ഒരു നിർമ്മിതി എന്താണ്? ഉത്തരം: നിർമ്മിതി കഴുമരം. എസ്തേർ 5:14. അടുത്ത ചോദ്യം, ഈ പുസ്തകത്തിൽ കാണുന്ന പരുവരുത്ത തുണി അഥവാ ചാക്കുതുണി ഏത്? ഇത് ധരിച്ചത് ആരാണ്? ഉത്തരം: രട്ട്. ധരിച്ചത് മൊർദെഖായി. എസ്തേർ 4:1. അടുത്ത ചോദ്യം, എസ്തേറിൻ്റെ ധൈര്യത്തെ കാണിക്കുന്ന വാചകം ഏതാണ്? ഉത്തരം: വാചകം: ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. രാജാവ് വിളിക്കപ്പെടാതെ ആരെങ്കിലും അകത്തെ പ്രാകാരത്തിൽ പോയാൽ അവരെ ജീവനോട് ഇരിക്കാതെ വണ്ണം പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലണമെന്നുള്ള നിയമം അവിടെയുണ്ട്. അതറിഞ്ഞിട്ടാണ് എസ്തേർ രാജ്ഞി രാജാവിൻ്റെ അടുക്കൽ രാജാവ് വിളിക്കാതെ പോവാൻ ധൈര്യം കാണിച്ചത്. എസ്തേർ 4:1, 4:16. അടുത്ത ചോദ്യം, രാജാവിൻ്റെ കൽപ്പന ഉണ്ടായിരുന്നിട്ടും മൊർദെഖായി ചെയ്യാതിരുന്നത് എന്താണ്? ഉത്തരം: ഹാമാനെ കുമ്പിടുകയോ നമസ്കരിക്കുകയോ ചെയ്തില്ല. എസ്തേർ 3:2. അടുത്ത ചോദ്യം, യഹൂദന്മാരുടെ ശത്രു ആരാണ്? ഉത്തരം: ഹാമാൻ. 9:9. അടുത്ത ചോദ്യം, കലങ്ങിപ്പോയത് എന്താണ്? ഉത്തരം: ശൂഷൻ പട്ടണം. 3:15. അടുത്ത ചോദ്യം, രാജാവായ അഹശ്വേരോശ് എസ്തേർ രാജ്ഞിയോട് എത്ര പ്രാവശ്യമാണ് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചത്? ഉത്തരം: 4 പ്രാവശ്യം. 5:3, 5:6, 7:2, 9:12. അടുത്ത ചോദ്യം, എസ്തേറിൻ്റെ പുസ്തകത്തിൽ പറയപ്പെട്ട മാസങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: തേബേത്ത് മാസം 2:16, നീസാൻ മാസം 3:7, ആദാർ മാസം 3:13, സീവാൻ മാസം 8:9. അടുത്ത ചോദ്യം, രാജകീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത് എന്താണ്? ഉത്തരം: തുരകങ്ങൾ. 8:10.